ഹലോ ഗൈസ്, ഞാനിന്ന് മൈസൂർ പാവ് ഉണ്ടാക്കാൻ പോവാണ്. മൈസൂർ പാവ് ഒരു 25 മൈസൂർ പാവ് വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തട്ടിൽ കുറച്ച് നെയ്യൊക്കെ തേച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും സെറ്റാക്കി വെക്കുക. ആദ്യമായിട്ട് അത് ചെയ്യണം. അതിന് ശേഷം നമുക്ക് എത്ര അളവ് വേണ്ടത് വെച്ചാൽ ആ അളവിലേക്ക് നമ്മൾ ഒരു ഇത് തടസ്സം വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എണ്ണയുണ്ട്, എണ്ണ ഓയിലിനെ എടുത്തിട്ട് നന്നായിട്ട് ചൂടാകാൻ വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിന് നന്നായി ഉരുകാൻ വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കടലമാവ്, ഞാനൊരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കർ നന്നായിട്ട് ഒന്ന് ചൂടായ ശേഷം നമുക്ക് കടലമാവ് ഒന്ന് ഒരു പച്ചമണം മാറുന്ന വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച ശേഷം കുക്കർ ഒന്ന് കഴുകിയ ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു ഒന്നേക കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് അനുസരിച്ചിട്ട് നമുക്ക് മധുരം ചേർത്തി കൊടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം, ഞാൻ 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നൂല് പരുവാകുമ്പോൾ നമുക്കത് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് വറുത്ത് മാറ്റി വെച്ച മാവിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി കലക്കി വയ്ക്കുക. അതങ്ങനെ കലക്കി വയ്ക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് പഞ്ചസാര നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കിയിട്ട് നമ്മൾ നൂലിൻ്റെ ഒരു ഇങ്ങനെ കയ്യിലാക്കിയാൽ ഒന്ന് ഒട്ടണം. അങ്ങനെ ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മാവ് കലക്കി വെച്ച മാവില്ല, അതിനെ ഒഴിച്ചു കൊടുക്കുക. കടലമാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടും പതിഞ്ഞിങ്ങനെ ഇളകി വരുന്ന സമയത്ത് നമുക്ക് ചൂടാക്കി വെച്ച എണ്ണ കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തീയും കുറച്ച് വെക്കണം, ഒരുപാട് കുറയ്ക്കേണ്ട, നല്ല കൂട്ടിയും വെക്കേണ്ട. അങ്ങനെ ഒരു മീഡിയം ഇതിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ചായിട്ട് എണ്ണ ഒഴിച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെങ്ങനെ ആകും. ഇതുണ്ടോ, നല്ലോണം പതിഞ്ഞ് നന്നായി സ്പീഡിൽ ഇളക്കി കൊടുത്ത് നന്നായി ചുറ്റും ഈ റൗണ്ടിലാവും. ചിറ്റി വരും. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ റൗണ്ടിൽ ചിറ്റി വരും. നമ്മൾ ഒരേ ഭാഗത്തേക്ക് ഇളക്കി കൊടുക്കണം. അരികത്തുള്ളതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് നന്നായി നല്ല സ്പീഡിൽ ഇളക്കി കൊടുത്താൽ നമുക്ക് നല്ല മൈസൂർ പാവ് കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റും ഉണ്ടാകും, നെയ്യും നല്ല മണവും ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാ എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് റെഡിയായി മൈസൂർ പാവ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. പ്ലേറ്റിൽ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.